DK ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ മന്ത്രിസഭ രൂപീകരിച്ച് ദിവസങ്ങൾക്കകം സർക്കാരിനുള്ളിൽ പൊട്ടിത്തെറി. വകുപ്പ് വിഭജനത്തിലുള്ള അതൃപ്തിയെ തുടർന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും കർണാടക മന്ത്രിയുമായ രാമലിംഗ റെഡ്ഡി വെള്ളിയാഴ്ച രാജിവെച്ചതിന് പിന്നാലെ അടുത്ത നേതാവും രാജ്യഭീഷണി മുഴക്കി. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാമലിംഗ റെഡ്ഡി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതിന് തൊട്ടുപുറകെ അതൃപ്തി അറിയിച്ചുകൊണ്ട് മറ്റൊരു മുതിർന്ന നേതാവ് കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. KH മുനിയപ്പയാണ് ശക്തമായ വിമർശനവുമായി നിലവിൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതോടെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റെടുത്ത് കേവലം 48 മണിക്കൂറുകൾക്കുള്ളിൽ DK ശിവകുമാർ മന്ത്രിസഭയിൽ അതിരൂക്ഷമായ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു. DK ശിവകുമാർ പുതിയ മന്ത്രിസഭ രൂപീകരിച്ച് 2ാം ദിവസമാണ് കനത്ത പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. വകുപ്പ് വിഭജനത്തിൽ ഏറ്റവും സീനിയറായി തന്നെ അവഗണിച്ചുവെന്നാണ് മുനിയപ്പ അടക്കമുള്ളവരുടെ ആരോപണം. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പാണ് മുനിയപ്പയ്ക്ക് നൽകിയത്. പക്ഷേ സീനിയോറിറ്റി പരിഗണിച്ച് മറ്റൊരു വകുപ്പ് വേണമെന്ന ആവശ്യമായിരുന്നു മുനിയപ്പ മുന്നോട്ട് വെച്ചത്. തന്റെ അതൃപ്തി കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചെങ്കിൽ പോലും വേണ്ട വിധത്തിലുള്ളൊരു പരിഗണന തനിക്ക് ലഭിച്ചില്ല എന്നുള്ള പരാതിയാണ് മുനിയപ്പ മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ രാമലിംഗ റെഡ്ഡിയും രാജിവെച്ചത് സമാനമായ ആരോപണം ഉന്നയിച്ചായിരുന്നു. ബംഗളൂരു വികസന വകുപ്പ് ലഭിക്കാതെ പോയതിന്റെ പേരിലാണ് അദ്ദേഹം നിരാശനായി രാജിവെച്ചത്. പകരം വൻകിട ഇടത്തരം ജലസേചന വകുപ്പ് നൽകിയതിലുള്ള എതിർപ്പ് തന്നെയായിരുന്നു റെഡ്ഡി പ്രകടിപ്പിച്ചത്. 2023 മുതൽക്കേ തനിക്ക് ബംഗളൂരു വികസന വകുപ്പ് ഉറപ്പ് നൽകിയെന്നും മന്ത്രിയോട് അടുത്ത വൃത്തങ്ങൾ നിലവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ വാക്ക് മാറ്റി പറഞ്ഞു എന്നാണ് നിലവിൽ മന്ത്രിയുടെ ആരോപണം. കർണാടക സർക്കാരിലെ ഏറ്റവും സ്വാധീനമുള്ള വകുപ്പുകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഈ വകുപ്പ് ഇപ്പോൾ മന്ത്രി കൃഷ്ണ ബൈര ഗൌഡയാണ് നൽകിയിരിക്കുന്നത്. ബംഗളൂരു വികസന വകുപ്പ് തനിക്ക് കൈമാറുമെന്ന് DK ശിവകുമാർ അടക്കം നേരിട്ട് ഉറപ്പ് നൽകിയിട്ട് പോലും അത് പാലിക്കപ്പെട്ടില്ല എന്നാണ് വിമർശനം നിലവിൽ ഉയർത്തിയിരിക്കുന്നത്. 2 വർഷം മുന്നേ തനിക്ക് ഇതേക്കുറിച്ചുള്ള ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിരാശ. ധനകാര്യ വകുപ്പ് DK ശിവകുമാർ നിലനിർത്തിയെങ്കിലും ഉപമുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പ് കൂടിയായിരുന്നു ബംഗളൂരു വികസന വകുപ്പ്. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.